പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുഭാഷിതങ്ങൾ 17-ാം അധ്യായം 22-ാം തിരുവചനം. സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്, തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു. മനഃശാസ്ത്ര പഠനം അനുസരിച്ച് ഒരു മനുഷ്യൻ തൻ്റെ സന്തോഷം കെടുത്തിക്കളയുന്നത് ഈ പറയുന്ന കാരണങ്ങളിലൂടെയാണ്. സ്വയം സന്തോഷവാനാണോ എന്ന് നിരന്തരം ചോദിക്കുന്നത് പലപ്പോഴും നമ്മുടെ സന്തോഷം കെടുത്തിക്കളയും. ജീവിതത്തിലെ നല്ല നിമിഷങ്ങളെ അവഗണിച്ചുകൊണ്ട് വന്നുപോയ പിഴവുകളിലേക്ക് മാത്രം നോക്കുന്നത് മനസ്സിൻ്റെ സന്തോഷം നശിപ്പിക്കും. അമിതമായി സന്തോഷിച്ചാൽ പിന്നീട് ഏതെങ്കിലും മോശമായ കാര്യം സംഭവിക്കുമെന്നുള്ള നിഷ്പ്രയോജനകരമായ ഭയം നമ്മുടെ ഹൃദയത്തിൻ്റെ സന്തോഷം എടുത്തുകളയും. സങ്കടങ്ങൾ ഉള്ളപ്പോഴും അത് പ്രകടിപ്പിക്കാതെയും അംഗീകരിക്കാതെയും മുഖത്ത് കൃത്രിമമായ പുഞ്ചിരി വെച്ചുപിടിപ്പിച്ച് നിൽക്കുന്നവരിലും സന്തോഷം നഷ്ടപ്പെടും. ഇന്ന് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളെയും പഠിപ്പിക്കുന്നത് ഈ ഹൃദയ ആരോഗ്യത്തെക്കുറിച്ചാണ്. ഒരു സന്തുഷ്ടമായ ഹൃദയമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആരോടും പങ്കുവയ്ക്കാതെ എല്ലാം ഹൃദയത്തിൽ ഒതുക്കി ജീവിക്കാം എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അത് ഒരു തരത്തിൽ നമ്മളെ തന്നെ ഭാരപ്പെടുത്തുന്നതാണ്. നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാമെങ്കിലും ഏത് ഭാരവും നമുക്ക് ഇറക്കി വയ്ക്കുവാൻ സാധിക്കുന്ന സുരക്ഷിതമായ ഒരു ഇടമുണ്ട്. അതാണ് പരിശുദ്ധ ദിവ്യകാരുണ്യ സന്നിധി. ഈശോയുടെ സന്നിധിയിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ, ഭയങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈ സമർപ്പണം നമ്മുടെ ഹൃദയത്തിന് ആരോഗ്യപ്രദവും തളർന്ന ഹൃദയത്തിന് ഉണർവും നൽകും. ഈ ഒരു സന്തോഷത്തിലേക്ക്, ഉണർവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെയും നയിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.